Good morning. Today we are going to explain about the design loads in wind load problem. Okay. നമ്മൾ റൂഫ് ട്രസ്സിലെ ഡിസൈൻ ലോഡിൻ്റെ പ്രോബ്ലം ആണ് ഇന്ന് ചെയ്യാൻ പോണത്. ഡിറ്റർമൈൻ ദ ഡിസൈൻ ലോഡ്സ് ഓൺ റൂഫ് ട്രസ്. അതായത് നമ്മൾ വിൻഡ് പ്രഷർ കണ്ടുപിടിച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, എഫ് ഇസ് ഈക്വൽ ടു CPE മൈനസ് CPI ഇൻറ്റു PD. അതിൽ PD ആണ് ഡിസൈൻ വിൻഡ് പ്രഷർ എന്ന് പറയണത്. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. ആ വിൻഡ് പ്രഷർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടേംസ് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് പോണത് കുറച്ച് ആംഗിളൊക്കെ കണ്ടുപിടിച്ച് പോവുകയാണ് ചെയ്യണത്. അപ്പം ഇങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഡിറ്റർമൈൻ ദ ഡിസൈൻ ലോഡ്സ് ഓൺ റൂഫ് ട്രസ് ഫോർ എ ഫാക്ടറി ബിൽഡിംഗ് ഓഫ് സ്പാൻ 20 meter and the pitch 1/5 of the height of the truss at eaves level is 10 meter and the spacing of the truss is 4.5 meter. The factory building is 36 meter long, is located at Delhi. Provide AC sheeting. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇത് ഞാനൊരു റഫ് സ്കെച്ച് വരച്ചതാണ്. അതായത് റൂഫ് ട്രസ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 meter ആണ്. അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ള സ്പാനാണ് 20 meter എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 36 meter. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ദെൻ ഒരു സ്പേസിങ് പറയേണ്ടത്, അതായത് ഒരു റൂഫ് ട്രസ്സുകൾ തമ്മിലുള്ള സ്പേസിങ് ആണ് കേട്ടോ 4.5 meter എന്ന് പറയുന്നത്. അപ്പോൾ സ്പാൻ നമ്മൾ എഴുതി, W = 20 meter. അത് തന്നെയാണ് ലെങ്ത്ത് പറയണത്. പിച്ച് പറയണത് 1/5 ആണെന്ന് പറഞ്ഞു. ഹൈറ്റ് അറ്റ് ഈവ്സ് ലെവൽ വരെയുള്ള ഹൈറ്റ് 10 meter ആണ്. സ്പേസിങ് 4.5 meter ആണ്. മാക്സിമം ഡയമെൻഷൻ 20 meter by 36 meter എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതിലെ 20-ലും 36-ലെ മാക്സിമം എന്ന് പറയുന്നത് 36 ആണ്. ഷീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് AC ഷീറ്റിംഗ് ആണെന്നും പറഞ്ഞു. ലൊക്കേഷൻ ഡൽഹിയാണ്. അപ്പോൾ നമുക്ക് ബേസിക് വിൻഡ് സ്പീഡ്, അതായത് IS 875ൻ്റെ കോഡിൽ നിന്ന് നമുക്ക് ഡൽഹിക്ക് കറസ്പോണ്ടിങ് അവിടെ ആക്ട് ചെയ്യണ വിൻഡിൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് കിട്ടും. 47 meter/second ആണ് ഡൽഹിയിലുള്ളതെന്ന് പറയണത്. ഇനി AC ഷീറ്റിങ്ങിൻ്റെ സെൽഫ് വെയിറ്റ് ഞങ്ങൾക്ക് ആദ്യം ഡിസൈൻ പ്രൊസീജിയറിൽ എഴുതി തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ സെൽഫ് വെയിറ്റൊക്കെ എത്രയാണ്, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി തന്നതിലുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. AC ഷീറ്റിംഗ് ആണെങ്കിൽ 170 മുതൽ 200 ആണ്. GI ഷീറ്റിംഗ് ആണെങ്കിൽ 100 മുതൽ 150 വരെയാണെന്ന് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് AC ഷീറ്റിംഗ് എടുത്തു 200 Nm/m² ആണ്. പർലിൻ്റെ വെയിറ്റ്, നമുക്ക് റൂഫ് ട്രസ്സിൽ പർലിൻ ഉണ്ടാവും. ആ പർലിൻ്റെ വെയിറ്റ് 100 Nm/m², അതും അതിൽ നിന്ന് എടുത്തതാണ്. ദെൻ ബ്രേസിങ്സ് 20 Nm/m². ഇനി അടുത്തത് പറഞ്ഞാൽ സെൽഫ് വെയിറ്റ് ഓഫ് ട്രസ്സാണ്. സെൽഫ് വെയിറ്റ് ഓഫ് ട്രസ്സ് കാണണമെന്നുണ്ടെങ്കിൽ സ്പാന് ഗിവൺ ആണെങ്കിലും സ്പാനും സ്പേസിങ്ങും തന്നിട്ടുണ്ടെങ്കിലും ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ സ്പാനും സ്പേസിങ്ങും തന്നതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ 10 × L/3 + 5 × S/4. L അറിയണത് സ്പാന് 20/3 + 5, S അറിയണത് 4.5. അപ്പോൾ 131.25 Nm/m² കിട്ടി. 4 വാല്യൂസും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 4 വാല്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 471.25 ആണ്. ഇവരിവിടെ എഴുതിയത് മിസ്റ്റേക്കാണ്, 451.25 അല്ല. ഓക്കെ, ഇനി ലൈവ് ലോഡ്. ഇപ്പോൾ നമുക്ക് ഡെഡ് ലോഡാണ് കിട്ടിയത്. നെക്സ്റ്റ് ലൈവ് ലോഡ് കാണണം. അപ്പോൾ ലൈവ് ലോഡ് കാണണമെങ്കിൽ θ എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടണം. അപ്പോൾ നമ്മൾ റൂഫ് ട്രസ് ഇതേപോലെയാണ്. അതിൻ്റെ ഇത് 1/5 ആണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് tan θ = റൈസ് ഡിവൈഡഡ് ബൈ ഹാഫ് സ്പാൻ. അപ്പോൾ റൈസ് എന്ന് പറയണത് സ്പാൻ ഇൻറ്റു പിച്ചാണ്. റൈസ് എന്ന് പറയുന്നത് സ്പാൻ ഇൻറ്റു പിച്ചാണ്. സ്പാൻ പറയണത് 20 ആണ്, പിച്ച് പറയണത് 1/5 ആണ്. അപ്പോൾ നമുക്ക് റൈസ് കിട്ടി. റൈസ് പറയണത് 4 meter, അതായത് ഹൈറ്റ് 4 റൈസ്, ഉയർച്ച എന്നാണ് പറയണത് 4 meter. അപ്പോൾ tan θ = റൈസ് ഡിവൈഡഡ് ബൈ ഹാഫ് സ്പാൻ ആണ്. 4 / 10 20 ആണ് സ്പാൻ. അപ്പോൾ 4/10. tan θ = 0.4 കിട്ടി. θ = tan ഇൻവേഴ്സ് ഓഫ് 0.4. അപ്പോൾ നമുക്ക് θ 21.80 അത്രയും ഡിഗ്രി എന്നുള്ളത് കിട്ടി. 10 ഡിഗ്രീനേക്കാൾ എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂഫിലുള്ള ലോഡ് കാണണമെങ്കിൽ 750 - ഇതൊക്കെ നമുക്ക് ആ പ്രൊസീജിയറിൽ എഴുതി തന്നിട്ടുള്ളതാണ് കേട്ടോ. 10 ഡിഗ്രീനേക്കാൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ 750 - θ - 10 × 20. അപ്പോൾ നമുക്ക് ലൈവ് ലോഡ് 513.97 എന്ന് കിട്ടി. ഇനി ട്രസ്സിലുള്ള ലൈവ് ലോഡ് കാണാൻ അതിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 342.64 Nm/m² എന്ന് കിട്ടി. ആ 2/3 കൊണ്ട് ആ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ
ഇനി അടുത്തത് കാണേണ്ടതാണ് ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻറ്റും എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻറ്റും. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ് ഇവിടെ വരിക. അതായത് CPE എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്. ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻ്റ് പറയുമ്പോൾ CPI. നമുക്ക് ഡിസൈൻ ലോഡ് ചോദിച്ചതുകൊണ്ടാണ് ഈ ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻ്റ്, എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻ്റ്, ലൈവ് ലോഡ്, ഡെഡ് ലോഡ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. അതല്ലെങ്കിൽ നമ്മൾ നേരെ എന്താ ചെയ്യുക, PD മാത്രം കാണും. PD = 0.6 VZ² ആണ്. VZ കാണാൻ K1 × K2 × K3 × VB അത് മാത്രമേ വരുള്ളൂ. ഇതിലതും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ വരുന്നതാണ് CPEയും CPIയും. അപ്പം നമുക്ക് IS കോഡ് കാണിച്ചു തരാം. നമുക്ക് IS കോഡിൽ ടേബിൾ 5 ഇതാണ് ടേബിൾ 5 എന്ന് പറയണത്. ആ പേജ് നമ്പർ 16 കേട്ടോ. ആ ടേബിൾ 5-ലുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു CPE എന്നുള്ളതിൻ്റെ എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻ്റിൻ്റെ വാല്യൂ എടുക്കേണ്ടത് എന്നുള്ളത് 4 കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് വിൻവാർഡ് സൈഡ്, ലീവാർഡ് സൈഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് വിൻവാർഡ് ആംഗിൾ, വിൻഡിൻ്റെ ആംഗിൾ പറയുന്നത് 0 ഡിഗ്രി ആകുമ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ അപ്പോൾ 4 വാല്യൂസ് എടുക്കണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് കണ്ടോ, വിൻഡ് ആംഗിൾ 0 ഡിഗ്രി, അതിൻ്റെ നേരെ EF GH, വിൻഡ് ആംഗിൾ 90 ഡിഗ്രി, അതിൻ്റെ നേരെ EG FH. അതുപോലെ റൂഫിൻ്റെ ആംഗിൾ നമുക്ക് കിട്ടുന്ന ആംഗിളാണ് ഇൻ ഡിഗ്രീസ്. അതുപോലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് റേഷ്യോ H/W. H പറയുന്നത് ഹൈറ്റ് അറ്റ് ഈവ്സ് ലെവൽ, W പറയുന്നത് അതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ആ H/W സ്പാനില്ലേ, എത്ര സ്പാനിലാണ് നമ്മളെ റൂഫ് ട്രസ് വരുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതാണ് ആ W പറയുന്നത്. അപ്പോൾ ആ H/W ചെയ്യുമ്പോൾ നമുക്ക് 0.5 0.5-നേക്കാൾ കുറവോ വന്നാൽ ഫസ്റ്റത്തെ കണ്ടീഷൻ എടുക്കും. നെക്സ്റ്റ് പറഞ്ഞാൽ 0.5-ൻ്റെയും 3/2-ൻ്റെയും ഉള്ളിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അടുത്ത കോളത്തിലുള്ള ഈ EF GH EG FH ഈ വാല്യൂസാണ് എടുക്കേണ്ടത്. ദെൻ 3/2-ൻ്റെയും 6-ൻ്റെയും ഇടയിലാണെങ്കിൽ അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹൈറ്റ് H കൂടി വരികയാണ്. H കൂടുന്നതിനനുസരിച്ചിട്ട് സ്പാന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ H/W ചെയ്യാം. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസിനനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രോബ്ലം നോക്കുക. ഇനി അപ്പോൾ നമ്മളിവിടെ H/W ചെയ്യണം. ഹൈറ്റ് അറ്റ് ഈവ്സ് ലെവൽ പറയുന്നത് 10 മീറ്റർ ആണ്. സ്പാൻ പറയുന്നത് 20 ആണ്. അപ്പോൾ 10/20 ചെയ്യുമ്പോൾ നമുക്ക് H/W എന്ന് പറയുന്നത് 0.5 കിട്ടും. ഇനി H/W 0.5 കിട്ടിക്കഴിഞ്ഞാൽ സ്ലോപ്പ് നോക്കുക. സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മതി. തീറ്റ എന്ന് പറയുന്നതാണ് സ്ലോപ്പ് പറയണത്. അതല്ലാതെ പിച്ചിൻ്റെ 1/5 എന്നുള്ള വാല്യൂ അല്ല, ആംഗിളിലുള്ള വാല്യൂ തന്നെ വേണം. കാരണം നമുക്ക് വിൻഡ് ആംഗിൾ 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും കറസ്പോണ്ടിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ വിൻഡ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് വിൻഡ് ആംഗിൾ നോക്കുക 21.8 ഡിഗ്രി. അതിന് 20 ഡിഗ്രി + 1.8 ഡിഗ്രി എന്നൊന്നും എഴുതണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടേബിൾ നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ടേബിൾ. നമുക്ക് 0.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ തന്നെ അതിൽ ആംഗിൾസ് ഡിഗ്രീസിൽ കൊടുത്തിട്ടുണ്ട്. വിൻഡ് ആംഗിൾ, റൂഫ് ആംഗിൾ അല്ലേ. നമുക്ക് 21.8 ഡിഗ്രിയാണ്. ഇവിടെ 21.8 ഡിഗ്രി കറസ്പോണ്ടിങ് ഇല്ലല്ലോ. അപ്പോൾ 20 ഡിഗ്രീൻ്റെയും 30 ഡിഗ്രീൻ്റെയും കറസ്പോണ്ടിങ് ഉള്ള വാല്യൂ ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം, 21.8 ഡിഗ്രിക്കുള്ളത് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം EFൽ 20 ഡിഗ്രിക്ക് നേരെ -0.4, 30 ഡിഗ്രിക്ക് നേരെ 0, GHൽ 20, 30 -0.4 തന്നെ, EGയിൽ 20, 30 -0.7 തന്നെ, FHൽ 2 -0.6 തന്നെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണെന്ന് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കാം, GHൻ്റെ നേരെയും അതേപോലെ തന്നെ EGയുടെ നേരെയും FHൻ്റെ നേരെയും 20-ലാണെങ്കിലും 30-ലാണെങ്കിലും സെയിം വാല്യൂസ് തന്നെയാണ്. അതായത് GHൽ ഇപ്പോൾ കണ്ടോ 2 -0.4 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി എത്ര വാല്യൂ വന്നാലും 21.8 ആണെങ്കിലും 22 ആണെങ്കിലും 23 ആണെങ്കിലും ഒക്കെ ആ -0.4 തന്നെയാണ് GHൽ വരിക. EGയിലാണെങ്കിൽ ആ -0.7 തന്നെ വരിക. കാരണം 20 മുതൽ 30 വരെയും ആ വാല്യൂ തന്നെയാണ് എന്നാണ് അവിടെ മീൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇൻ്റർപോളേഷൻ എവിടെ മാത്രമേ ചെയ്യാനുള്ളൂ, EFൻ്റെ വാല്യൂവിൽ മാത്രമേ ഇൻ്റർപോളേഷൻ ചെയ്യാനുള്ളൂ. അപ്പോൾ EFൻ്റെ വാല്യൂ പറയണത് 20-ൻ്റെ നേരെ -0.4ഉം 30-ൻ്റെ നേരെ 0ഉം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങളൊരു ടേബിൾ വരയ്ക്കുക. ഇതേപോലൊരു ടേബിൾ വരയ്ക്കുക. ആ ടേബിളിൽ വിൻഡ്വാർഡ് ആംഗിൾ 0 ഡിഗ്രി, വിൻഡ്വാർഡ് ആംഗിൾ 90 ഡിഗ്രി, വിൻവാർഡ് സൈഡ് EF, ലീവാർഡ് സൈഡ് GH. കാറ്റ് ഒരുപാട് അടിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ വിൻഡ് വാർഡ്, വിൻഡിൻ്റെ അതേ ഡയറക്ഷനാണെങ്കിൽ വിൻവാർഡ്, വിൻഡിൻ്റെ ഓപ്പോസിറ്റ്
കുറവ് പ്രദേശമാണെങ്കിൽ അതാണ് ലീവാർഡ് സൈഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ GH വിൻവാർഡ് സൈഡ് 90 ഡിഗ്രിയിലും വിൻവാർഡ് സൈഡും ലീവാർഡ് സൈഡും ഈ 4 എണ്ണം അതേപോലെ എടുത്തെഴുതി. നമുക്ക് 20 ഡിഗ്രിയുടെയും 30 ഡിഗ്രിയുടെയും നേരെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിൻവാർഡ് സൈഡ് EFൽ -0.4ഉം 0യും എഴുതി. ബാക്കിയുള്ളതിലൊക്കെ രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ താഴെ CPEൻ്റെ വാല്യൂസ് എടുത്തെഴുതി. ഒന്നിൽ ലീവാർഡ് സൈഡ് GHൽ CPE -0.4 ആണ്, മറ്റേതിൽ -0.7 ആണ്, നാലാമത്തേൽ -0.6 ആണ്. ഇനി 21.8 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കണം. 20ൻ്റെ നേരെ -0.4 ആണ്, 30ൻ്റെ നേരെ 0യും ആണ്. 21.8 ഡിഗ്രിയുടെ നേരെ കാണണം. ആദ്യം x ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ -0.4 -0 തന്നെ, -0.4 തന്നെ, ഈക്വൽ ടു 30 - 21.8, അതായത് C, ഇതാണ് C. ദെൻ 30 - 20 D. നമുക്ക് A/B = C/D. ചെറിയ ട്രയാങ്കിളിൻ്റെ ചെറിയ സൈഡ് പറയുന്നത് x, അതിവിടെ എഴുതി. വലിയ ട്രയാങ്കിളിൻ്റെ ചെറിയ സൈഡ് പറയുന്നത് -0.4, അതായത് -0.4ന്ന് 0 കുറച്ചാൽ ഈ ഡിസ്റ്റൻസ് -0.4 തന്നെ. അതുപോലെ ചെറിയ ട്രയാങ്കിളിൻ്റെ വലിയ സൈഡ് പറയുന്നത് 30ന്ന് 21.8 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഡിസ്റ്റൻസ്. വലിയ ട്രയാങ്കിളിൻ്റെ വലിയ സൈഡ് പറയുമ്പോൾ 30ൽ നിന്ന് 20 കുറച്ചാൽ കിട്ടുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് x ഡിവൈഡഡ് ബൈ -0.4 8.2 ഡിവൈഡഡ് ബൈ 10. ഈ -0.4നെ 8.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. നമുക്ക് -0.328 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ x പറഞ്ഞ ഡിസ്റ്റൻസ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ 0ൻ്റെ കൂടെ x ആഡ് ചെയ്താലാണ് നമുക്കിവിടെ മുകളിലുള്ള പോയിന്റ് കിട്ടുക. ആ പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 0 + -0.328. അപ്പോൾ നമുക്ക് -0.328 ഉണ്ട് കേട്ടോ, അവിടെ ഞാൻ എഴുതാൻ വിട്ടതാണ്. -0.328 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇതിലുള്ള വാല്യൂ -0.328, ഇത് -0.4, -0.7, -0.6. ഇതിലേറ്റവും ചെറിയ വാല്യൂ, ഈ 4 എണ്ണത്തിൽ മിനിമം വാല്യൂ ഏതാണോ അതാണ് CPE എന്ന് പറയണത്. അപ്പോൾ -0.7 ആണ് ഇവിടുത്തെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയണത്. ഇതിൽ 328നേക്കാളും 4നേക്കാളും 6നേക്കാളും ഒക്കെ ചെറുതാണ് -0.7 എന്ന് പറയണത്. അപ്പോൾ CPE = -0.7 എന്നുള്ളത് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ് കിട്ടി ബേസ്ഡ് ഓൺ ദി ടേബിൾ, പേജ് നമ്പർ 16, ടേബിൾ നമ്പർ 5. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ CPE എടുത്തത്, അത് മറക്കരുത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞാൽ CPI ആണ്. ഇപ്പോൾ CPI എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് പെർമിയബിലിറ്റീൻ്റെ വാല്യൂ ഇതേപോലെ ഡിസൈൻ പ്രൊസീജിയർ എഴുതി തന്നതിൽ 0 നോർമൽ, അതായത് പെർമിയബിലിറ്റി 0 ആണെങ്കിൽ 0 തന്നെ, നോർമൽ ആണെങ്കിൽ +or-0.2, മീഡിയം ആണെങ്കിൽ +or-0.5, ലാർജ് ആണെങ്കിൽ +or-0.7 എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ടത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം കണ്ടീഷൻ. പെർമിയബിലിറ്റി പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ കണ്ടീഷനൊന്നും തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്യുക പെർമിയബിലിറ്റി മീഡിയം ആണെന്നുള്ള കണ്ടീഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് വാള് ഇതിൻ്റെയൊക്കെ ഓപ്പണിങ്സിനെ അനുസരിച്ചിട്ടാണ്, അതായത് 20% കൂടുതൽ ഓപ്പണിംഗ് ആണ്, അതായത് റൂഫിൽ നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ പല ഭാഗത്ത് വാൾസിൽ ഓപ്പണിങ്സ് ഒക്കെ 20% കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് പെർമിയബിലിറ്റീൻ്റെ കണ്ടീഷൻസ് എടുക്കേണ്ടത്. ഇപ്പോൾ CPI എന്തായാലും എടുക്കേണ്ട കേസുണ്ട്. നമ്മൾ മീഡിയം പെർമിയബിൾ ആണെന്നുള്ള കേസ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ മീഡിയം തന്നെ നോർമലി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ മീഡിയം എടുക്കുക. അപ്പോൾ മീഡിയം പെർമിയബിലിറ്റി വെച്ചിട്ട് നമുക്ക് വാല്യൂ +or-0.5 ആണ്. അപ്പോൾ CPI കിട്ടി, CPEയും കിട്ടി. അപ്പോൾ നമുക്കിനി അടുത്തത് CPIയിൽ +or-0.5 ഉണ്ട്, CPEയിൽ -0.7 ഉള്ളൂ. അപ്പോൾ നമുക്ക് CPE - CPI ചെയ്യുമ്പോൾ 2 കേസ് ചെയ്യണം. ഒന്ന് CPIക്ക് +0.5 കൊടുക്കണം, ഒന്ന് CPIക്ക് -0.5 കൊടുക്കണം. ആ രണ്ടും കൊടുത്തിട്ട് 2 വാല്യൂസ് ചെയ്യുക. അതായത് നമുക്ക് CPE -0.7 -0.5, അടുത്തത് -0.7 +0.5, അങ്ങനെ 2 എണ്ണം ചെയ്യുക. അപ്പോൾ ഒന്ന് പറയണത് -1.2 കിട്ടും, ഒന്ന് പറയണത് -0.2 കിട്ടും. ഓക്കെ, അപ്പോൾ 2 എണ്ണം ചെയ്തപ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടി. ഇനി അടുത്തത് കാരണം നമ്മളെ ഇക്വേഷൻ നോക്കുക. നമ്മളെ ഇക്വേഷൻ എന്ന് പറയണത് F = CPE - CPI, അതായത് ഇതിലെ മിനിമം -1.2 -0.2, ഇതിലെ മിനിമം എന്ന് പറയുന്നത് -1.2 ആണ്. അപ്പോൾ -1.2 മിനിമം വാല്യൂ എടുത്തെഴുതി. ഇനി PD കണ്ടുപിടിക്കണം. PD പറഞ്ഞാൽ വിൻഡ് പ്രഷറാണ്. ആ വിൻഡ് പ്രഷർ നമ്മൾ കണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വിൻഡ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ. PD = 0.6 VZ². VZ പറയുന്നത് K1 × K2 × K3 × VB.
ജനറൽ ബിൽഡിങ്സിന് ഇതിൽ ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാക്ടറി ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഫാക്ടറി ബിൽഡിംഗ് പറയുന്നത് ജനറൽ ബിൽഡിങ്ങിൻ്റെ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ K1 പറയുന്നത് 1 ആണ്. അടുത്ത K2 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് മാക്സിമം ഡയമെൻഷനെ വെച്ചിട്ടാണ്. മാക്സിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ 36 ആ 36 എന്ന് പറയുന്നത് 20ൻ്റെയും 50 മീറ്ററിൻ്റെയും ഇടയിലാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ്, വെയിറ്റ് അല്ല, ഹൈറ്റ് എന്ന് പറയുന്നത് 10 മീറ്ററാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാറ്റഗറി 3 ആണ് കേസ്. കാറ്റഗറി 3യിലാണ് വരുന്നത്. അതായത് 20ൻ്റെയും 50ൻ്റെയും ഇടയിലായതുകൊണ്ട് കാറ്റഗറി 3 ആണ്. ഹൈറ്റ് 10 ആയതുകൊണ്ട് തന്നെ ക്ലാസ് BU ആണ്. അപ്പോൾ നമുക്ക് K2 എന്ന് പറയുന്നത് എടുക്കുന്നത് 0.88 എന്നുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. ടേബിളിൽ നിന്നാണ്. ഏതാണ് എടുക്കുകയെന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, നമ്മൾ കാറ്റഗറി എടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ട്, ആ പേജ് നമ്പർ 8ാമത്തെ പേജിനെ ബേസ് ചെയ്തിട്ട് കാറ്റഗറി ഇവിടെ നോക്കിയാൽ മതി. അപ് ടു 10 മീറ്റർ വരെയുള്ള ഹൈറ്റുള്ള സ്ട്രക്ചേഴ്സ്. ഇതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കാറ്റഗറി 2 എടുത്താൽ എന്താണെന്ന്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പൺ എന്നുള്ളൊരു ഓപ്പൺ ആണ് ഏരിയ എന്നുള്ളൊരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹൈറ്റ് 10 മീറ്റർ വെച്ചിട്ട് കാറ്റഗറി 3 എടുത്തത്. ഓപ്പൺ കണ്ടീഷനാണ്. പിന്നെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ടൗൺസ്. ആ കാറ്റഗറി 2ൽ നോട്ട്സ് നോക്കി നമുക്ക് മനസ്സിലാവും. ദിസ് കാറ്റഗറി ഇൻക്ലൂഡ് അൺഡെവലപ്ഡ് സ്പ്രേലി ബിൽറ്റപ്ഡ് ടൗൺസ് ആൻഡ് ഷെർപ്സ് ഓപ്പൺ ലാൻഡ് അഡ്ജസൻറ്റ് ടു സീ കോസ്റ്റ്. നമുക്ക് സീൻ്റെ അടുത്താണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മറ്റേ കാറ്റഗറി 3യിലാണെന്നുണ്ടെങ്കിൽ വുഡഡ് ഏരിയാസ്, ടൗൺസ്, പാർഷ്യലി ഡെവലപ്ഡ് ഏരിയ. നമുക്ക് ഫാക്ടറി ബിൽഡിംഗ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഓപ്പൺ ആണ് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയയുടെ അടുത്താണെന്നൊന്നും പറയാത്തതുകൊണ്ടാണ് ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ 10 മീറ്ററിൽ 2 അപ് ടു 10 മീറ്ററുള്ള ഹൈറ്റ് വരുമ്പോൾ 2 ഉള്ളതുകൊണ്ടാണ് കാറ്റഗറി 3 എടുത്തത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ക്ലാസ് നോക്കുക, നമുക്ക് മാക്സിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് 36 അപ്പോൾ 20ൻ്റെയും 50ൻ്റെയും ഇടയിലാണ് ക്ലാസ് ബിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ക്ലാസ് ബി എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ജനറൽ ബിൽഡിങ്സ് ആയിരുന്നു. ജനറൽ ബിൽഡിങ്സിൽ K1ൻ്റെ വാല്യൂ എടുത്തത് നമുക്ക് 47 മീറ്റർ പെർ സെക്കൻഡ് ആണ്, 1 ആണ്. അങ്ങനെയാണ് K1ൻ്റെ വാല്യൂ എടുത്തത്. ഇനി K2 എടുക്കുമ്പോൾ ഇവിടെ നോക്കുക, കാറ്റഗറി 3യിൽ തന്നെ B ആണ്. അപ് ടു 10 മീറ്റർ ഹൈറ്റ്. 10 മീറ്ററിൻ്റെ നേരെ ബിയിൽ വരുന്നത് ഏതാണ്? 0.88 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. അതുകൊണ്ടാണ് K2 പറയുന്നത് 0.88 എന്നുള്ളത് എടുത്തത്. അടുത്ത K3യുടെ കണ്ടീഷൻ ഇവിടെ എന്താ പറയണത്? ആംഗിള് 3 ഡിഗ്രി ബിലോ ഗ്രേറ്റർ ദാൻ എബൌട്ട് 3 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട വാല്യൂ പറയണത് 1ഉം ലെസ് ദാൻ ബിലോ 3 ഡിഗ്രീനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ 1 to 1.36 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ എത്രയാണ്? ആംഗിൾ എന്ന് പറയുന്നത് 21.8 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ എന്താണ്? K3 = 1. അപ്പോൾ നമുക്ക് ഇനി VZ കണ്ടുകൂടെ? VZ എന്താ? K1 × K2 × K3 × VB. K1 1, K2 0.88, K3 1, VB 47. അപ്പോൾ VZ കിട്ടി 41.36 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് കിട്ടി. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്ന് പറയുന്നത് അവിടുത്തെ ഡിസൈൻ വിൻഡ് പ്രഷറാണ്. ആ ഡിസൈൻ വിൻഡ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PD = 0.6 VZ² ആണ്. നമുക്കിവിടെ 1 × 0.88 × 1 × 47 ചെയ്യുമ്പോൾ VZ കിട്ടി. 0.6 VZ² ചെയ്യുമ്പോൾ 1026.38 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതായത് പ്രഷർ അൺഡിസൈൻ വിൻഡ് പ്രഷർ ആയതുകൊണ്ട് തന്നെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഫോഴ്സ് ഡിസൈൻ ലോഡ് കാണാം, അതായത് വിൻഡ് ലോഡ് കാണാം. F = CPE - CPI, അതായത് മിനിമം വാല്യൂ വരണം -1.2 ആണ്, ഇൻറ്റു 1026.38. അപ്പം നമുക്ക് ആ കോഎഫിഷ്യൻ്റ് കൊണ്ട് PD മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1231.65 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് വിൻഡ് ലോഡ് കിട്ടി. നിങ്ങളിതിൽ എടുത്തെഴുതേണ്ട വിൻഡ് ലോഡ് 1231.65 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതിൽ നമുക്കൊരു ലൈവ് ലോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ലൈവ് ലോഡ് 342.64 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്തത് ഡെഡ് ലോഡ് 471.25 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് മൂന്നുമാണ് ഇതിൽ ആക്ട് ചെയ്യണ ലോഡ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്താലാണ് ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴേ നിങ്ങൾക്കത് ക്ലിയർ ആവുള്ളൂ, എങ്ങനെയാണ് ഏതൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഇതാണ് ഈ മൊഡ്യൂളിൽ 4th മൊഡ്യൂളിൽ ചോദിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇതോടെ നമ്മൾ ആ ഒരു പാർട്ട് തീർന്നു. ഇതിലുള്ള ഇനി വെറൈറ്റീസ് പ്രോബ്ലത്തിൽ തന്നെയുള്ള ചെറിയ അങ്ങോട്ട് ഡാറ്റാസ് മാറുമ്പോഴുള്ള വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞാൽ മേസൺറി വാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷൻ നന്നായിട്ട് കറക്റ്റായിട്ട് പക്കയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ.
അഡീഷണൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുള്ളത് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതേപോലെ തന്നെ IS കോഡ് വെച്ചിട്ട് തന്നെ ഓരോ പേജ് ഞാൻ പറഞ്ഞു തന്നതൊക്കെ മടക്കി വെക്കുക. അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ പറയുന്ന സാധനങ്ങൾ അതേപോലെ തന്നെ നോക്കിയിട്ട് ചെയ്യുക. കോഡിൽ നോക്കിയിട്ട് ചെയ്യുക, അല്ലാതെ വീഡിയോ യൂസ് ചെയ്തിട്ട് ചെയ്യരുത്. കാരണം നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, റിവിഷൻ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് നോട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ.